ബൈക്ക് ആക്സിഡന്റിൽ അവൻ മരിച്ചു. പാരന്റ്സ് ഇവിടെ അല്ല, പാരന്റ്സ് ഹജ്ജിലാണ്, പാരന്റ്സിനെ അറിയിച്ചില്ല എന്നവർ വിളിക്കുമ്പോൾ മൻസൂർ എവിടെ നോക്കും, മൻസൂർ പുറത്തു പോയതാണെന്ന് പറയും. മൻസൂർ പോയ പുറം ലോകത്ത് നിന്ന് ഇനി അവൻ തിരിച്ചു വരാൻ പറ്റില്ല. അവസാനം എയർപോർട്ടിൽ ഇറങ്ങുമ്പോൾ എല്ലാവരുടെയും മുഖം വിവരണമായത് കണ്ടപ്പോൾ അവന്റെ ഉമ്മക്ക് മനസ്സിലായി എന്തോന്ന് സംഭവിച്ചിട്ടുണ്ട്. അവരവിടെ ഇരുന്ന് കരഞ്ഞു, ആ സ്പോട്ടിൽ ഇരുന്നിട്ട് കരഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, അവർ പിടിച്ച് എഴുന്നേൽപ്പിച്ചു കൊണ്ടെന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തി. ഒരു 5-6 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ അവരെ വിസിറ്റ് ചെയ്തു. അപ്പോൾ അവരെനിക്കൊരു ലിസ്റ്റ് കാണിച്ചു തന്നു. ഇത് എൻ്റെ മോൻ എന്നോട് കൊണ്ടുവരാൻ വേണ്ടി ആവശ്യപ്പെട്ട സാധനങ്ങളാണ്. ഏറ്റവും ലാസ്റ്റ് ആ കുട്ടി എഴുതിയത് ഒരു ചോക്ലേറ്റ് ആയിരുന്നു. ആ ചോക്ലേറ്റ് കാണിച്ചിട്ട് അതൊന്ന് പറഞ്ഞു, ഞാൻ ഈ ചോക്ലേറ്റും കൊണ്ട് ഇവിടെ വന്നപ്പോൾ അത് വാങ്ങാൻ എൻ്റെ മോൻ ഉണ്ടായില്ലല്ലോ. സ്വാഭാവികമായും ഒരു വല്ലാത്ത രംഗമാണ്. അവര് ഒരു 35 വയസ്സ് കൂടിയാൽ അല്ലെങ്കിൽ ഒരു 40 വയസ്സ്. പക്ഷേ ഈ 5-6 ദിവസം കൊണ്ട് കരഞ്ഞ് കരഞ്ഞ് അവരെവിടെ എത്തിയെന്നോ ഒരു 90 വയസ്സായിട്ടുണ്ടാവും അവർക്ക്. കാഴ്ചയിൽ അത്ര തളർന്നിട്ടുണ്ട്. ആ ബാക്കിയായ ചോക്ലേറ്റ് എന്നോടും നിങ്ങളോടും പറയുന്ന ഒരു മെസ്സേജ് ഉണ്ട്. ആ മെസ്സേജ് എന്താ അറിയൂ? നമ്മൾ പറയണില്ല, നമുക്ക് അടിച്ചു പൊടിക്കണം, ഭയങ്കര ഉഷാറാക്കണം, അങ്ങനെ ആക്കണം, എനിക്ക് ഇന്ന ബ്രാൻഡഡ് കമ്പനിയുടെ ഷർട്ടേ പറ്റുള്ളൂ, എൻ്റെ വീട്ടിൽ ഇന്ന കാർ ഉണ്ടാകണം, അല്ലേ, അല്ലെങ്കിൽ എൻ്റെ ഉപ്പ ഇന്ന സ്റ്റാറ്റസിൽ നിൽക്കുന്ന ആളാണ്. ഒരു സ്റ്റാറ്റസും ആസ്വദിക്കാൻ നമുക്ക് പറ്റിക്കൊള്ളുന്നില്ല. നാളെ തീരും.